കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 31/12/2025 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 4/2/2026 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 776/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം വൺ ടൈം പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡ് ഉണ്ടാവും. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ID എൻ്റർ ചെയ്ത് OTP വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തും. ആ പ്രൊഫൈലിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പബ്ലിക് വർക്ക്സിലേക്ക് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ലൈൻമാൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. 26,500 മുതൽ 60,700 വരെയാണ് ശമ്പളം പറഞ്ഞത്. ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി എത്രയാണെന്ന് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 19 to 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1989 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 5 വർഷത്തെയും പ്രായത്തിലുള്ളവുണ്ട്. അപേക്ഷിക്കേണ്ട യോഗ്യത നമുക്ക് നോക്കാം. മിനിമം ജനറൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC നിർബന്ധമായിട്ടും മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് യോഗ്യതകൾ കൂടി പറയുന്നത് കാണാൻ സാധിക്കും. അതായത് 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. ആഫ്റ്റർ ഹാവിംഗ് അണ്ടർഗോയിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി നോട്ട് ലെസ് ദാൻ 1 year ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 1 year കുറയാത്ത ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പറഞ്ഞിട്ടുള്ള ഈ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ മറ്റൊരു യോഗ്യത കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിൽ വേറെ യോഗ്യത, അതിൻ്റെ അടിയിൽ മറ്റൊരു യോഗ്യത, ഇങ്ങനെ യോഗ്യതകൾ കൊടുത്ത് കാണാൻ സാധിക്കും. അതായത് 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് 10th കൂടെ ഈ പറഞ്ഞ ഏതെങ്കിലും യോഗ്യത, 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഇതിലുള്ള ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ മതി. KGT, IMGTE അല്ലെങ്കിൽ KGTE സർട്ടിഫിക്കറ്റ് ഹയർ ഇൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിലൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ആസ് എ ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ PSCൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ കയറുമ്പോൾ അവിടെ ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനും മറക്കേണ്ട.